ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഫിറ്റിംഗ് എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് പഠിച്ചതാണ്. അതുപോലെ തന്നെയാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിങ്ങും. ഇക്വേഷനിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളും അതിൻ്റെ പ്രൊസീജിയറിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളും മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. The distribution of typing mistake committed by a typist is given below. Assuming the Poisson model, find the expected frequencies. ഒരു ടൈപ്പിസ്റ്റ് വരുത്തുന്ന മിസ്റ്റേക്സ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഈ താഴെ തന്നിരിക്കുന്നത്. ഓക്കെ, എക്സാക്ട്ലി 4 മിസ്റ്റേക്കുകളാണ് ഉള്ളത്. ഓക്കെ, 1 2 3 4 5 പോസിബിലിറ്റീസ് 5 ആണ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, അതേപോലെ എഫക്ട്സും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ ആദ്യം തന്നെ വേണ്ടത് എന്താണ്? മീൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിൾ വൈസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മീൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ ആ ടേബിളിന് അതേപോലെ താഴോട്ട് എഴുതിയതാണ്. എക്സ് വാല്യൂസ് എഴുതിയിട്ടുണ്ട് 0 1 2 3 4. അതായത് എക്സാക്ട്ലി 5 പോസിബിലിറ്റീസ് ആണ്, 5 മിസ്റ്റേക്സ് ആണ് അവർ വരുത്തുന്നത്. പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി 110 60 25 4 ആൻഡ് 1. എഫക്ട്സ് 0 × 110 0, 1 × 60 60, 2 × 25 50. അങ്ങനെ അതിൻ്റെ ടോട്ടലും ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. 200 ആണ് എഫിൻ്റെ ടോട്ടലുള്ളത്. എഫ് എക്സിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 126 ആണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് മീൻ കണ്ടുപിടിക്കാം. അപ്പം മീൻ ഈസ് ഈക്വൽ ടു എന്താണ്? മീൻ അഥവാ നമ്മൾ ബൈനോമിയൽ പോയിസണിൽ നമ്മൾ മീനിനെ ലാംഡയിലാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പോൾ മീൻ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് ആണ് വരിക അല്ലേ. ഈക്വൽ ടു എത്ര വരും? 126 ഡിവൈഡഡ് ബൈ 200 ഈക്വൽസ് എത്രയാണ്? 0.63. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് വേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? വേണം ആ ഇക്വേഷൻ, അതായത് നമ്മുടെ മെയിൻ ഇക്വേഷനിലേക്ക് വേണ്ട കാര്യങ്ങൾ വേണം. ഈക്വൽ ടു ഈക്ക് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ട്. എത്രയാണ്? 2.712828 അല്ലേ. ഇനി n വേണം. n പറയുന്നത് ഇവിടെ ടോട്ടൽ നമ്പർ എത്രയാണ് മിസ്റ്റേക്ക് വരുത്തിയ ഫ്രീക്വൻസി എത്രയാണ്? മൊത്തം 200 ആണ് നമ്മുടെ എന്ന് പറയുന്നത്. ഓക്കെ, 200. ദെൻ 6 എക്സാക്ട്ലി എത്ര മിസ്റ്റേക്കാണ് വരുത്തിയിട്ടുള്ളത്? 4 അല്ലേ. എക്സാക്ട്ലി നമുക്ക് എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? ഇങ്ങനെ 0 1 2 3 4 3 മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ 6ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 1 2 3 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ബൈനോമിയലിൽ ചെയ്ത പോലെ എന്ത് ചെയ്യാണ്? ആ ടേബിളിലോട്ട് മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ ടേബിൾ ഇതാണ്. ടേബിളിൽ മിസ്റ്റേക്ക് നമുക്ക് വരുന്നത് 0 1 2 3 ആൻഡ് 4. ഓക്കെ, ഇത്രയും മിസ്റ്റേക്കുകളാണ് നമുക്ക് എക്സാക്ട്ലി തന്നിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് കാണണം? ഇതിൻ്റെ വാല്യൂസ് ഓരോന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം മീൻ സ്ക്വയർ കണ്ടുപിടിക്കുക. ദെൻ ഇതാ ഇക്വേഷൻ തന്നെ ജസ്റ്റ് 3 സ്റ്റെപ്പായിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ അർത്ഥം മീൻ എത്രയാണ് നമുക്ക് കിട്ടിയത്? 0.63 ആണ്. 0.63 ആണ് മീൻ. അപ്പോൾ ഇവിടെ 0.63 റേസ് ടു 3 കാണണം. പിന്നെ ഇവിടെ 0.63 റേസ് ടു 1 കാണണം. 0.63 റേസ് ടു 2, ദാൻ 0.63 റേസ് ടു 3 ആൻഡ് 0.63 റേസ് ടു 4. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് ചെയ്യട്ടെ. ഓക്കെ, ഇതിൻ്റെയൊക്കെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് മീൻ സ്ക്വയർ ആണ് കണ്ടുപിടിച്ചത്. മെയിൻ റേസ് ടു 6. ഓക്കെ, ഇനി ആർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 0 ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ്. 1 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1. 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 2 ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 ആണ്. 4 ഫാക്ടോറിയൽ പറഞ്ഞാൽ 24 ആണ്.
ഓക്കെ, ഇനി നമ്മൾ ഇത് എന്താണ് മീൻ റേസ് ടു ആർ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ, അതായത് ഇത് ഡിവൈഡഡ് ബൈ ഇത്. ഓക്കെ, അപ്പം 1 ഡിവൈഡഡ് ബൈ 1 എത്രയാണ്? 1 അല്ലേ? 1. ദെൻ 0.63 ഡിവൈഡഡ് ബൈ 1 1. ദെൻ 0.4 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 0.63 ഡിവൈഡഡ് ബൈ 1 0.6300 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് 0.1985. ദെൻ 0.25 ഡിവൈഡഡ് ബൈ 6 0.0417. ദെൻ 0.16 ഡിവൈഡഡ് ബൈ 24 0.0066. ദെൻ ഇനി ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഇക്വേഷനിൽ ഇ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, അത് 2.71828 ആണ്. അത് റേസ് ടു എത്രയാണ്? 0.63. ഓക്കെ, 0.63 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇത് എല്ലാ കേസിലും സെയിം ആയിരിക്കും അല്ലേ? അപ്പം അത് ഇൻറ്റു എന്താണ്? ഈ റേസ് ടു മൈനസ് മീൻ. ഓക്കെ, മൈനസ് മീൻ അല്ലെ മൈനസ് ലാംഡ. അതിൻ്റെ അർത്ഥം അത് എത്രയായിരിക്കും? അതൊന്നിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഇ റേസ് ടു മൈനസ് മീൻ ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? പോയിൻ്റ് നമ്മുടെ വാല്യൂ കൊടുക്കുക 2.71828 റേസ് ടു മൈനസ് 0.63 ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 0.5326 ആണ് കിട്ടുക. ഓക്കെ, ഇതിൻ്റെ കംപ്ലീറ്റ് ആൻസർ എന്ന് പറയുന്നത് 0.5326. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 0.5326 ഇൻറ്റു എന്ത് ചെയ്യുക? ഈ ഒരു പോർഷൻ ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് മീൻ റേസ് ടു ആർ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ 0.5326 ഇൻറ്റു 1 എത്ര വരും? 0.533 എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് കേസ് വരുമ്പം 0.336, ദെൻ 0.106, ദെൻ 0.022, ദെൻ 0.003. ഇനി ഫ്രീക്വൻസി നമുക്കറിയാം. ഇതാണ് എന്ത്? പ്രോബബിലിറ്റീനെ എന്തുകൊണ്ട്? n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഫ്രീക്വൻസി കിട്ടുക. ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 200 ആണ്. 200 ഇൻറ്റു നമ്മുടെ ഈ പ്രോബബിലിറ്റിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 200 ഇൻറ്റു 0.533 ഇത്രയാണ് 107, ദെൻ 67, 21, 4 ആൻഡ് 1. ഓക്കെ, ഇനി ഇതിൻ്റെ ടോട്ടൽ നമുക്കറിയണം. ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 200 ആയിരിക്കും. ഇതിൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റീൻ്റെ ടോട്ടൽ 1ഉം ആയിരിക്കും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനെ ടോട്ടൽ പ്രോബബിലിറ്റി ആൻഡ് ഫ്രീക്വൻസി എന്ന് പറയും. ടോട്ടൽ ആൻഡ് ഫ്രീക്വൻസി. അപ്പം ഒരു ടേബിൾ തന്നിട്ട്, അതായത് നമുക്കൊരു മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ മീൻ വളരെ എളുപ്പമായിട്ട് കണ്ടുപിടിക്കാം. ചില കേസിൽ നിങ്ങൾക്ക് എക്സും എഫും മാത്രമേ തരുള്ളൂ. FX നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് മീൻ കണ്ടുപിടിച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് നോട്ടിലോട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് ഇതെങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതും എഴുതുക. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഇതിൽ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻ എ BCom ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ്, അതായത് ഒരു BCom ക്ലാസ്സാണ്. അവിടെ 16 സ്റ്റുഡൻസ് ആണുള്ളത്. 60 സ്റ്റുഡൻസ് ഉണ്ട്. ആവറേജസ് ഓഫ് സ്റ്റുഡൻസ് ഹൂ വിൽ ക്വാളിഫൈ ദ ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ ഓഫ് CMA ബിഫോർ കംപ്ലീറ്റിംഗ് ദർ കോഴ്സ് ഈസ് 2. അതായത് അവർ ഈ BCom കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ അവരിൽ കുറച്ച് പേര് അവരുടെ CMAയുടെ ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ആവറേജ് തന്നിട്ടുണ്ട്. ആവറേജ് എത്ര തന്നത്? 2 ആണ് തന്നത്. മൊത്തം 60 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. ഫിറ്റ് എ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ടു ദ യൂണിവേഴ്സിറ്റി ഹാവിങ് 55 സച്ച് ബാച്ചസ്. അതായത് 55 ബാച്ചസിന് ആണ് യൂണിവേഴ്സിറ്റിയിലുള്ളത് അല്ലേ? യൂണിവേഴ്സിറ്റിയിൽ 55 ബാച്ചാണുള്ളത്.
അപ്പോൾ ഈ 55 ബാച്ചിന് ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു എന്താണ്? ഈ മെയിൻ ഇൻറ്റു ലാംഡ റേസ് ടു ആർ ആൻഡ് ആർ ഫാക്ടോറിയൽ ആണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. നമുക്ക് ഇതിൽ ആകെ എപ്പോഴും വേണ്ടത് എന്താണ്? മീൻ നമുക്ക് വേണം അല്ലേ? മീൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം മീൻ ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ തന്നിട്ടുണ്ട്, 2 ആണ് അല്ലേ? 2 ആണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈയുടെ വാല്യൂ നമുക്കറിയാം 2.71828 ആണ് ഈയുടെ വാല്യൂ. ഇനിയുള്ളത് 6 ആണ് അല്ലേ? 6 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കറക്റ്റായിട്ടും എന്താണുള്ളത്? കറക്റ്റായിട്ട് ഒരു ഇത് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ക്വസ്റ്റ്യനിലൊക്കെ പറയുമ്പോൾ 6 നമുക്ക് ഇത്ര ഡിഫക്റ്റീവ് ഉണ്ടായിരുന്നു അല്ലെ ഇത്ര മിസ്റ്റേക്ക് ഉണ്ട്, അത് നമുക്ക് കറക്റ്റായിട്ട് തന്നിരുന്നു. അപ്പോൾ ഇവിടെ 6 നമുക്ക് കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് ഫിറ്റ് ആവുന്ന വരെയുള്ള 6കൾ എടുക്കണം. അപ്പോൾ 6 നമുക്ക് 1 2 3 4 5 എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്യും? അല്ല 0 1 2 3 4 5 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവും. ഓക്കെ, അത് എവിടെയാണോ ഫിറ്റ് ആവുന്നത് അവിടെ വെച്ച് നമ്മുടെ 6 സ്റ്റോപ്പ് പോകും. അതായത് 6 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പാസ്സായവരുടെ എണ്ണമാണ്. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് വേണ്ടത് N, ക്യാപിറ്റൽ ലെറ്റർ N വേണം നമുക്ക് ഫ്രീക്വൻസി കാണണമെങ്കിൽ. എത്രയാണ് നമുക്ക് തന്നത്? 55 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാൻ നോക്കാം. ഇതിലും നമ്മൾ എന്ത് ചെയ്യാണ്? ഇതുപോലെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യാം. അപ്പം ആദ്യത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു നോക്കും? ഓക്കെ, ആദ്യത്തെ കേസിൽ നമുക്ക് ആകെ അറിയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ എത്രയായിരിക്കും? 55 ആയിരിക്കും എന്ന് നമുക്കറിയാം അല്ലേ? ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ 55 ആയിരിക്കും. അതേപോലെ പ്രോബബിലിറ്റിയുടെ ടോട്ടൽ 1 ആയിരിക്കും. ഓക്കെ, അത് എത്തുന്ന വരെയുള്ള പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് നോക്കണം ഇവിടെ 55 ആവുന്നുണ്ടോയെന്നും അതേപോലെ ഇത് ആഡ് ചെയ്യുമ്പോൾ 1 ആവുന്നുണ്ടോയെന്നും നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് നോക്കാം. ഇത് പാസ് നമ്പറാണ്, ആളുകൾ പാസ്സായതാണ് നമ്മൾ നോക്കുക. അപ്പോൾ R = ആദ്യം നമ്മളിവിടെ 0 എടുത്ത് ചെയ്ത് നോക്കും. ആരും പാസ്സായിട്ടില്ല. അപ്പോൾ ആ ഒരു കേസിൻ്റെ പ്രോബബിലിറ്റി കാണും. അപ്പോൾ ഇവിടെ മീൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചത് 2 ആണ്. അപ്പോൾ 2 r = 1. ദെൻ r ഫാക്ടോറിയൽ 0 ഫാക്ടോറിയൽ = 1. ദെൻ മീൻ r ലാംഡ r ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ, അതായത് ഇത് ഡിവൈഡ് ബൈ ഇത് =1. ഓക്കെ, ഇതിനെ നമ്മൾ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യും. ഇക്വേഷൻ 2.71828 ആണ് ഈ മീൻ വരുന്നത് എത്രയാണ്? 2 ആണ്. അപ്പം e⁻² എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 2.71828 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? ആൻസർ 0.135 ആണ് e⁻²ൻ്റെ ആൻസർ. അപ്പം 0.135. അപ്പോൾ 0.135 ഇൻറ്റു ഈ ഒരു പോർഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 0.135. ഇതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെ കാണും? ഇത് ഇൻറ്റു 55 ചെയ്യുക, അപ്പം 7 കിട്ടി. ഓക്കെ, ഇനി അടുത്ത കേസ് ചെയ്ത് നോക്കുക. 1 ഇട്ട് ചെയ്ത് നോക്കുക. ഒരാൾ പാസ്സായാൽ ഉള്ളത്. അപ്പം ലാംഡ r 2 വരും. ദെൻ 1 ഫാക്ടോറിയൽ 1 തന്നെയാണ്. ദെൻ അതിൻ്റെ ഈ പോർഷൻ 2 ആണ് വരിക, 2.00 സംതിങ്. പിന്നെ ഇതിൻ്റെ പോർഷൻ 2.270. ഫ്രീക്വൻസി വരുന്നത് 15 ആണ്. അതുപോലെ 2 3 4 5 വരെ ചെയ്ത് നോക്കാം ആദ്യം. ഓക്കെ, അതിൻ്റെ പോർഷൻ ഒന്ന് ചെയ്തിട്ട് വരാം. ഓക്കെ, 5 വരെയുള്ളതിൻ്റെ ചെയ്തിട്ടുണ്ട്. 5 വരെയുള്ളതിൻ്റെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഫ്രീക്വൻസി 55ലേക്ക് എത്തുന്നുണ്ടോ നോക്കാം. അപ്പോൾ നോക്കാം. 7 + 15 + 15 + 10 + 2 ഒരു 5 കൂടി ഉണ്ട് +5 7 + 15 + 15 + 10 + 5 + 2 ആണ്. ഇല്ല, 54 എത്തിയിട്ടേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അടുത്ത ഒരു സ്റ്റെപ്പും കൂടി ചെയ്ത് നോക്കണം. 55 ആണ് വേണ്ടത്, ഒരു സ്റ്റെപ്പും കൂടി ചെയ്യണം. ഓക്കെ, അതേപോലെ ഇവിടെ 1 ആവുകയും വേണം അല്ലേ. അപ്പോൾ ഇവിടെ 1 ആവുമ്പോൾ മാത്രമേ ഇവിടെ എന്താവാൻ പാടുള്ളൂ, 55 എത്തുള്ളൂ. അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ്, അതായത് 6 പേര് എന്തായി നോക്കാം. 6 പേര് പാസ്സായാലുള്ള അതിൻ്റെ ഫ്രീക്വൻസി ഒന്ന് കണ്ടുനോക്കാം. 64 ആണ് വരുന്നത് ഇവിടെ. ദെൻ 720, ദെൻ 0.0889, ദെൻ 0.1012 ആൻഡ് 1. ഇപ്പം ഫ്രീക്വൻസി എന്താണ്, ഈക്വലായി 55 ആയി. പക്ഷേ ഇവിടെ 1 ഈക്വൽ ആയിട്ടില്ല. ഇവിടെ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് 1 കറക്റ്റ് കിട്ടുന്നില്ല. അപ്പം നെക്സ്റ്റ് കേസും കൂടി 7 കേസും കൂടി നോക്കാം. 128, 5040, then 0.0254, then 0.007. ഇവിടെ 0 ആണ് വരുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും, ഇത് മൊത്തം ആഡ് ചെയ്താൽ 1 കിട്ടി. ദെൻ ഫ്രീക്വൻസി 55. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ 55 ബാച്ചസ് ഉള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് 60 സ്റ്റുഡൻസിൽ 2 ആവറേജ് വരുന്നത് 2 ആണ് അല്ലേ. അത് എന്ത് ചെയ്യാണ്, അവർ 55 സ്റ്റുഡൻസിനുള്ളത് ഫിറ്റ് ചെയ്തതാണ് ഇത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് തരാം. ഇത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.